ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടെൽ മാളവിക. ഇപ്പോൾ സമയം എന്ന് പറയണത് 11:14 കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനൊരു ഓൺ വോയിസ് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിങ്ങനൊന്നും വീഡിയോസ് എടുക്കാത്ത ഒരാളാണ്, പക്ഷേ എനിക്ക് ഈ ഒരു സമയത്ത് അവരെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവ്, പ്രവീൺ മൃദുല, അവരുടെ ലൈഫാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു യൂട്യൂബറായിരുന്നു അവർ. പ്രവീൺ പ്രണവ് കൊണ്ട് ഒരു അക്കൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ ഫുൾ വീഡിയോസൊക്കെ കാണാനായിട്ട് അച്ഛനമ്മ, പ്രവീൺ മൃദുല, കൊച്ചു, അവരുടെ വീഡിയോസൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് അവരുടെ വീഡിയോസാണ് വരാറ്. അപ്പോൾ ഞാൻ ഈവൻ എല്ലാ A to Z എല്ലാ വീഡിയോസും ഞാൻ കാണും, ലൈക്ക് കൊടുക്കും. കമൻറ്റ് തന്നെ അങ്ങനെ ഇടാറില്ല. ഞാൻ ഒറ്റ വീഡിയോസിനും കമൻറ്റ് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ സൗന്ദര്യപ്പണങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അമ്മായിമ്മ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വശത്ത്. അപ്പോൾ ഞാൻ പറയാവുന്നത് ആയിരുന്നല്ലാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പിൾസായിരുന്നു മൃദുല, പ്രവീണൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കപ്പിൾസാണ് അവർ രണ്ടുപേരും. അവരുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നത് കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഞാൻ അവരുടെ വീഡിയോ കൂടുതൽ കണ്ട് തുടങ്ങിയത് അവരുടെ മാരേജിന് ശേഷമാണ് കേട്ടോ. അതായത് ഇപ്പോൾ 10 മന്തൊക്കെ ആവാനായി തോന്നുന്നുണ്ട്. ആ ഒരു 10 മന്തിൽ ഞാൻ അവരുടെ എല്ലാ വീഡിയോസും അവർ ഇടുന്ന എല്ലാ വീഡിയോസും ഞാനിന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഏട്ടനൊക്കെ പറയും, എനിക്കെന്താ നീ അഡിക്റ്റായി പോയി ഇവരുടെ വീഡിയോസ്. അവരിടയ്ക്ക് അവർ കളിയാക്കലുണ്ട്, പക്ഷെ അത് നമ്മുടെ ഒരു ഹാപ്പിനെസ്സാണ്. അവരുടെ വീട്ടിൽ നടക്കുന്ന ഓരോ സന്തോഷങ്ങൾ അവർ യൂട്യൂബ് വഴി പങ്കുവയ്ക്കും. നമ്മളത് കാണാൻ നമുക്കൊരു സന്തോഷം. ഞാനിങ്ങനെ എപ്പോഴും അവരുടെ വീട്ടിലോട്ട് ഒരു പ്രശ്നമില്ല. അമ്മായിമ്മ മരുമകൾ തമ്മിലുള്ള കോമ്പോ, അച്ഛനമ്മ തമ്മിലുള്ള കോമ്പോ, ചേട്ടൻ അനിയൻ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കോമ്പോ, നമുക്കത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ അതുകൊണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചാനൽ എനിക്ക് കാണാനായിട്ട്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ മൃദുല പ്രഗ്നൻസി അത് അനൗൺസ് ചെയ്തിട്ട ടൈമിലൊക്കെ ഒരു ടൈമിൽ ഞാനും പ്രഗ്നൻ്റ് ആയിരുന്നു. അബോർഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങളെല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഏത് കുട്ടിയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാനും ഒരുപാട് എല്ലാവരും കാത്തിരിക്കണ പോലെ. അപ്പോൾ ഞാൻ കമൻറ്റ് ഇടില്ല എന്നുള്ളൂ, പക്ഷെ കമൻറ്റ്സൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അവരുടെ അതുപോലെ നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ബേബി ഗേൾ, ബേബി ബോയ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുമ്പോൾ ഞാനൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിണ്ടായിട്ട് ബേബി ബോയാണ്. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ ബബ്ലൂസിന് അതേ വെയിറ്റ് തന്നെ, 2 സംതിങ് ആയിരുന്നു. ബബ്ലൂസും അത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ മോൻ്റെ അതേ വെയിറ്റ് തന്നെയാണ് ആ ഗ്ലാവിന്. അങ്ങനെയൊക്കെ ഒരു ചെറിയ ഹാപ്പിനെസ്. ഓക്കെ. അപ്പോൾ ഞാൻ പക്ഷേ 37 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസവിച്ചത്. മൃദുല പക്ഷേ എന്താ പറയുക, ഡേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കുട്ടിക്ക്. ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലംസൊക്കെ ആയിരിക്കണം, ഫാമിലി ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ പാടില്ല. അത് വളരെ തെറ്റാണ്. അച്ഛനമ്മയായാലും കൊച്ചുമായാലും അത് ചെയ്തത് വളരെ തെറ്റാണ്. ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആ ഹസ്ബൻഡ്, അതായത് തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ട്. ഒരാളെയും വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ പെണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു ഹസ്ബൻഡിനെയാണ് മൃദുലയ്ക്ക് എന്തായാലും കിട്ടിയേക്കുന്നത്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ നീ വന്നതിന് ശേഷമാണ് എൻ്റെ വീട് കുട്ടിച്ചോറായത്, അല്ലെങ്കിൽ നീ വന്നതിന് ശേഷമാണ് അമ്മയും മോനും തമ്മിലുള്ള ബന്ധം പോയത്, എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് മൃദുല എടുത്ത് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇട്ടിരുന്ന വീഡിയോ മൃദുല പറഞ്ഞു, ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്, അല്ലെങ്കിൽ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടായതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്. അതൊക്കെ വീഡിയോസിൽ അവർ പറയുന്നത്, അതുകൊണ്ടാണ് തന്നെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചത് അവരുടെ ഫാമിലി എന്താ പറയുക ഇച്ചിരി സൗന്ദര്യ പണക്കങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അത്രയും വൾഗറാണ്, അല്ലെങ്കിൽ ഇത്രയ്ക്കൊക്കെ ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം
അവരുടെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫാമിലി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബെസ്റ്റ് അമ്മായിമ്മേനെ കിട്ടി, നല്ല മരുമോളെ കിട്ടി, നല്ല ഹസ്ബൻഡിനെയാണ് ആ കുട്ടിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ കുട്ടി ഭാഗ്യം ചെയ്തൊരു ഭാര്യ അധികം ഒരു കുട്ടിയാണ്. അങ്ങനെ അവരുടെ വീഡിയോസ്, ഇന്നവരുടെ വീഡിയോസ് ആ ഒരു തെളിവ് സഹിതം ആ പ്രൂഫടക്കം അവർ ആ ഒരു വീഡിയോയിൽ അവരിട്ട് ഞാൻ ആർക്കും ഞാൻ ഇങ്ങനെയൊക്കെ എന്താ പറയുക അല്ലേ, നമ്മൾ പുറമെ കാണുന്നതോ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ കാണുന്നതൊന്നല്ല ലൈഫ് ഒക്കെ. അവരുടെ എല്ലാവർക്കും അറിയാം രണ്ട് വശങ്ങളുണ്ടായിട്ട്, ഒരു വശം മറച്ചു വെച്ചിട്ട് മറ്റേ വശമാണ് അവരെല്ലാവരും മുന്നിൽ. ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹാപ്പിനെസ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും നെഗറ്റീവോ അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങളോ എൻ്റെ ദുഃഖങ്ങളോ ഒന്നും നമ്മൾ യൂട്യൂബായിട്ട് പങ്കുവയ്ക്കില്ല. അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവർ എല്ലാവരും ചോദിച്ച് ഗതികെട്ടപ്പോഴാണ് അവർ ഒരു കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്ന് പറഞ്ഞത്. കൊച്ചെവിടെയാണ് എന്ത് കുഞ്ഞിനെ കാണാൻ വരാണ്ടിരുന്നത്, ഇവരുടെ അതായത് മൃദുലയ്ക്ക് കുഞ്ഞുണ്ടായി എന്നറിഞ്ഞിട്ടും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അമ്മ കാണാൻ വന്നില്ല, നമ്മുടെ കൂടെയൊക്കെ ഡെലിവറി കഴിഞ്ഞ് ഇന്നലെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കാണ് കൂടുതൽ കുഞ്ഞിനെ മേടിക്കാനുള്ള അധികാരം. ആ ഒരു കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ അവർ കണ്ടില്ല. അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ. പിന്നെ അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ ഒത്തിരി പേര് ഈ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ മൃദുലനെയും പ്രവീണിനെയും അവരെ ചേർത്ത് പിടിച്ച് ഒത്തിരി പേര് നല്ല നല്ല വീഡിയോസ് അമ്മയ്ക്കും കൊച്ചുവിനും അച്ഛനൊക്കെ എതിരെ കേസ് കൊടുക്കാമെന്നൊക്കെ ഒത്തിരി വീഡിയോസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്നും പറയാനല്ല വന്നത്. എനിക്കെന്തോ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വന്നത്. ഈ ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ ചേട്ടനുറങ്ങാണ്, മോനുറങ്ങാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ടൈമിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കെന്തോ പ്രവീണിന് മൃദുലേനെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു വീഡിയോ ഞാൻ വന്ന് ചെയ്തത്. രണ്ട് വാക്കെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. ഒരു പെൺകുട്ടി ഇതുപോലത്തെ ഒരു ഗതികേട് വരാതിരിക്കില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു 9 മാസമായ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ വഴക്ക് പറയുക അല്ലെങ്കിൽ ചവിട്ടുക, അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള ഏർപ്പാടാണ്. ഹസ്ബൻഡ് ഉണ്ട് കൂടെ ആ കുട്ടിയുടെ. അതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തിട്ടുള്ളൊരു പെൺകുട്ടിയാണ് മൃദുല. ഞാനും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഞാനും കേൾക്കാറുണ്ട്. ഒത്തിരി വഴക്കുകൾ ഞാനും കേൾക്കാറുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഭയങ്കര നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഇങ്ങനൊന്നും പ്രത്യേകിച്ച് ഇവർ അത്രയധികം ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടതുകൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം അത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഓരോ വീഡിയോസ് അത്രയും ക്ലോസ് ആയിട്ടുള്ള വീഡിയോസായിരുന്നു. പെട്ടെന്ന് ഇവരിങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ അഡ്രസ്സില്ലായ്മയുടെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്തത് ചിലപ്പോൾ വ്യൂസ് കൂടാനായിരിക്കും, നാടകമായിരിക്കും, പൈസ കിട്ടാനായിരിക്കും എന്നാണ് നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചത് അട്ടികുറയ്ക്കൽ. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രവീണും മൃദുലയും ചെയ്തിട്ടുള്ള വീഡിയോ വിത്ത് പ്രൂഫ് അടക്കം കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. അവരത് എടുത്തു വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളായാലും ഇവരെന്തും ഇങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ അച്ഛനമ്മേനും നോക്കിയില്ല, കൊച്ചുവിനെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഭയങ്കര മോശക്കാരില്ലേ. പക്ഷെ അവർ പ്രൂഫ് എടുക്കും കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തർ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഈ ഒരു കാര്യം ഇങ്ങനെ നീണ്ടു പോയേനെ. അപ്പോൾ എല്ലാത്തിനും പ്രൂഫ് വേണമല്ലോ. ഓക്കെ, ഫൈനലായിട്ട് ഒന്നും നോക്കിയില്ല. അവർ ആ പ്രൂഫ് വെച്ചിട്ട് അവരത് കാണിച്ചു തന്നു. ഈ ഒരു നേരത്തെ ഇവിടെ വന്നിട്ട് ഈ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കോമ്പോസിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ പറയണത് വേറെ ഒന്നും വിചാരിക്കരുത്. പ്രവീൺ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യം മാത്രമാണ് വിജയിക്കുക. സത്യം മാത്രമാണ് വിജയിക്കുക. നമ്മളതിൽ എത്രയ്ക്ക് എന്തൊക്കെ ചെയ്താലും സത്യം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് മുകളിൽ. അപ്പം അത് മാത്രം ദൈവത്തിന് നമുക്ക് മനുഷ്യന്മാരെല്ലാവരും മറയ്ക്കാനായിട്ട്, പക്ഷെ ഇതിന് മേളിലത്തെ ദൈവത്തിന് മറയ്ക്കാനായിട്ട് ആർക്കും പറ്റില്ല. അപ്പം സത്യമാണ് വിജയിക്കുന്നത്. സത്യം അവരുടെ ഭാഗത്താണ്. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് വീഡിയോ ആയിട്ട് എടുത്തു വയ്ക്കാൻ തോന്നി. അല്ലെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അവരുടെ അച്ഛനമ്മേനെയും അനിയനെക്കുറിച്ച് അറിയാമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തല്ലുകൂടുന്ന സമയത്ത് നമ്മളിപ്പോൾ
നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനോ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ അത് കാണിച്ചു തരാൻ നമുക്ക് നമ്മൾ ആ പ്രഷറിലിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇവരെന്തോ ഒരു ഭയം കൊണ്ട് അവർ പ്രൂഫാക്കി വെച്ചു. അവർ ആ വീഡിയോ എടുത്തിട്ട് അവർ തല്ലിയതും അതുപോലെ മൃദുല കരയുന്നതും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആ വയറും വെച്ചിട്ട് എന്താ പറയുക, ആ വയറിങ്ങനെ പിടിച്ചിട്ട് അവൾ കരയണ ഭാഗം, അത് ആദ്യം വെച്ച് കരയണ ഭാഗമൊന്നും എനിക്ക് എന്തോ ഭയങ്കര വിഷമവും സങ്കടവും എന്താ പറയുക. ദൈവമേ, എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വരെ എനിക്ക് തോന്നിയിട്ടാണ്. അത് അവരെ കൊണ്ട് ദൈവം തോന്നിപ്പിച്ചതായിരിക്കും. ഇതൊക്കെ ഒരു തെളിവായിട്ടൂടെ അവർക്ക് ആ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞു. അല്ലെങ്കിൽ അവർ പ്രവീൺ അല്ലെങ്കിൽ കൊച്ചു വീഡിയോ ഇടും, പ്രവീൺ മൃദുല വീഡിയോ ഇടും, കൊച്ചിൻ്റെ ഫാമിലി വീഡിയോ ഇടും, പ്രവീൺ മൃദുല വീഡിയോ ഇടും. അങ്ങനെ ഒരു മെഗാ എപ്പിസോഡായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ആദ്യം പ്രവീൺ മൃദുല നല്ലത്, പിന്നെ കൊച്ചു വിടും, കൊച്ചു നല്ലത്, അങ്ങനെ തട്ടി കളിച്ച് പോയേനെ. പക്ഷേ ദൈവം ഇവരുടെ കൂടെ ഉണ്ട്, ഇവരുടെ ഭാഗത്താണ് ശരി. അതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ ഈയിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നും എനിക്ക് ഇവരെ കുറിച്ച് 2 വാക്ക് പറയണമെന്നും തോന്നിയിട്ടോ. സത്യത്തിൽ വിജയിക്കാൻ പാടുള്ളൂ, ഇവരുടെ ഭാഗത്താണ് ശരി. എനിക്ക് ഇവർ ഒരുപാട് ഇഷ്ടമാണ്. എന്തോ അപ്പോൾ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് മീൻസ് ഞാനിവിടെ നിർത്താൻ കേട്ടോ. വേറെ ഒറ്റ രീതിക്കും ബാഡ് കമൻ്റ് ആയിട്ടൊന്നും വരരുത്. എനിക്കെന്തോ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. അവരിഷ്ടമായതുകൊണ്ട്, അവരുടെ ഭാഗത്ത് ശരി എന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോ നിർത്താണ്. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.